എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ സുന്ദരി സ്റ്റുഡന്റ് കൗൺസിലർ പ്രസിഡന്റ് ആവരി അവളാണെങ്കിൽ അവരുടെ ഓഫീസാണെങ്കിൽ അടിപൊളിയായിട്ട് അലങ്കരിക്കുകയാണ്. ഓരോ മെമ്പേഴ്സിനോടും ഓരോരോ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് അവളിപ്പോ നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അതേസമയം ടീം മെമ്പേഴ്സ് ആണെങ്കിൽ ചിന്തിക്കുക നമ്മുടെ ആസിനെയാണ് അവൾ ടീമിലേക്ക് ക്ഷണിച്ചത് എന്നാണ്. അതിനുവേണ്ടി അവരും അവളോട് തോളോട് തോൾ ചേർന്ന് അവിടെ മുഴുവൻ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കും. കാരണം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇപ്പോ ഒരു പുതിയ മെമ്പർ അവരുടെ ടീമിലേക്ക് വരികയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അവരുടെ ടീമിൽ ചേരാൻ. എന്നാൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം അവർ സെലക്ട് ചെയ്തത് ഈ ഒരേ ഒരാളെയാണ്. അത് ആസ് ആണെന്ന് ചിന്തിച്ച് അവരെല്ലാവരും ഈ പാസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അവളാണെങ്കിൽ ആ നോവലിൽ കണ്ടതുപോലെ അവിടെ മുഴുവൻ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യും. അതിനുശേഷമാണ് ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുക. ഹീറോ അങ്ങനെ അവൾക്ക് റിപ്ലൈ കൊടുക്കുന്ന കറക്റ്റ് സമയത്ത് അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. ആ ശബ്ദം കേട്ട് അവൻ ഓടിയെത്തും. അവിടെ മുൻപിലായിട്ട് അവൻ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതേ പയ്യൻ. അവന്റെ വായിൽ മുഴുവൻ ബ്ലഡ്. നീ വീണ്ടും എന്താ ഇവിടെ ചെയ്യണേ? സ്ഥലങ്ങളിലെല്ലാം നീ ഇങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാക്കുകയാണോ? നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവനാണെങ്കിൽ അവന്റെ തലയൊക്കെ തടവി എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. അവനുടനെ അവർക്കൊരു മെസ്സേജ് അയക്കും. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്, സോ ഇപ്പോ അവിടേക്ക് വരാനാവില്ല. ഇവിടെ അവൾ ആ മെസ്സേജ് വായിച്ച് ഒരുപാട് ഡെസ്പാവുകയാണ്. കാരണം ഹീറോയ്ക്ക് വേണ്ടിയാണ് അവൾ കഷ്ടപ്പെട്ട് ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തിയത്. അവളിപ്പോൾ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും എന്തുകൊണ്ടായിരിക്കാം അവൻ വരാത്തതെന്ന് ചിന്തിച്ച് അവൾ ആകെ വിഷമത്തിൽ നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ ആ പയ്യനെയും കൂട്ടി അവന്റെ റൂമിലേക്ക് വരികയാണ്. ആ റൂമിൽ മുഴുവൻ ഒരുപാട് സാധനങ്ങൾ. അവൻ പതിയെ കണ്ണു തുറന്ന് ഇപ്പൊ ഹീറോയോട് പറയും, എന്റെ ടീമിൽ ആക്ച്വലി ഞാൻ മാത്രമേ ഉള്ളൂ ഒരു മെമ്പറായിട്ട്. ഹീറോ ആണെങ്കിൽ അവിടെ ചുറ്റുമുള്ള സാധനങ്ങളെല്ലാം നോക്കി നിൽക്കും. അതിനാവും പറയും, ഇവിടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ചില പ്രത്യേകതകളുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ മാജിക് പവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഓരോ പ്രത്യേക രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങുമെന്ന് പറഞ്ഞ് അവനൊരു ബോളിന്റെ മേളിൽ ഇപ്പൊ മാജിക് യൂസ് ചെയ്യും. ആ ബോൾ ആണെങ്കിൽ മാജിക് യൂസ് ചെയ്യേണ്ട താമസം അങ്ങനെ കത്തിച്ചൊലിക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം ഒരു പാവയെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിപ്പിച്ച് കാണിക്കുകയാണ്. പക്ഷെ എന്താ അവന്റെ വായിലൂടെയും മൂക്കിലൂടെയും ഇപ്പൊ ബ്ലഡ് വരും. അവൻ ഹീറോയോട് പറയും, എനിക്ക് കുറച്ച് മാജിക് പവർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് ചെയ്യാനാവില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഗ്രേറ്റ് ഇൻവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ വലിയൊരു സാധനം കാണിച്ചു കൊടുക്കും. ഇതിൽ കുറച്ച് മാജിക് യൂസ് ചെയ്താൽ മതി, പക്ഷേ ഇതിന്റെ ഔട്ട്പുട്ട് റിസൾട്ട് അത് വളരെ വലുതായിരിക്കും എന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ ഇപ്പൊ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ എനിക്കിത് പഴയതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയും. ഹീറോ ആണെങ്കിൽ ഞൊടിയിടയിൽ അത് അവന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, നിനക്ക് ഇത്രയും കഴിവൊക്കെ ഉണ്ടായിരുന്നോ? ഇതെങ്ങനെ ഇത്ര സ്പീഡിൽ ഇത്രയും വേഗം നിനക്ക് ചെയ്യാൻ കഴിഞ്ഞു? അതിനാവും പറയും, ഓൾറെഡി ചെറുപ്പം മുതലേ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, സോ എനിക്കിതൊക്കെ വളരെ സിമ്പിളാണ്. ഉടനെ അവനാണെങ്കിൽ ഹീറോ കറക്റ്റ് ചെയ്ത ആ ഒരു ഹാർട്ട് അത് ആ ഡിവൈസിൽ വെച്ച് ഒരു ബോൾ മുകളിൽ വെക്കുകയാണ്. അടുത്ത നിമിഷം ഒരുപാട് മാജിക് പവർ ഒന്നും ഉപയോഗിക്കാതെ ആ ബോൾ അങ്ങനെ ജ്വലിച്ച് കത്തും. അവൻ പറയും, ഇതാണ് എൻ്റെ പുതിയ ഇൻവെൻഷൻ. നമ്മുടെ ഈ സ്കൂളിൽ മാജിക് പവർ കുറഞ്ഞവർക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഈ ചെറിയ മാജിക് പവറിൽ ഹാപ്പിയാണ്. എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. റാങ്കിങ് അനുസരിച്ചാണ് ഇവിടെ എല്ലാം. എൻ്റെ ഏറ്റവും വലിയ ഗോള് അത് മറ്റൊന്നുമല്ല, വീക്ക് ആയിട്ടുള്ള എന്നെ പോലുള്ള ആൾക്കാർ പവർഫുൾ ആയിട്ടുള്ള ഡീമൻസുമായിട്ട് ഫൈറ്റ് ചെയ്യണം. അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ ലക്ഷ്യം ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവനുടനെ ആ ഒരു ഡിവൈസ് ഓഫ് ചെയ്യും. ഈ ഡിവൈസിനെ കുറിച്ച് ഒരിക്കലും ഇപ്പൊ ആരും തന്നെ അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞാൽ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടായി വരും. ഹീറോ ആണെങ്കിൽ അവനോട് ചോദിക്കും, നിനക്ക് കുഴപ്പമില്ലെങ്കിൽ നിന്റെ ടീമിൽ ഞാനും ചേരട്ടെ? അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം തോന്നും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ആസും പച്ചമുടി പെണ്ണും അവരാണെങ്കിൽ ഒരുപാട് നേരമായി ഹീറോയ്ക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. കുറെ നേരം കറങ്ങി നടന്ന് അവരിപ്പോ കറക്റ്റായിട്ട് ഹീറോയെ കണ്ടെത്തും. ഹീറോ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറയും. നെക്സ്റ്റ് ഡേ നമ്മുടെ ആൾക്കാർ 3 പേരും അവന്റെ അടുത്തേക്ക് വരും. ഹീറോ അവനോട് പറയും, എനിക്ക് നിന്റെ ടീമിൽ ചേരാൻ താല്പര്യമുണ്ട്. എനിക്ക് മാത്രമല്ല എൻ്റെ ഈ 2 ഫ്രണ്ട്സിനും. സോ ഇന്നു മുതൽ നമ്മൾ 4 പേരുമായിരിക്കും ഈ ടീമിലെ മെമ്പേഴ്സ്. അവനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ആ സ്കൂളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആസും നമ്മുടെ ഹീറോയും അവർ 2 പേരും ആർക്കും വേണ്ടാത്ത അവന്റെ ടീമിൽ ചേരാൻ പോകുന്നു. അവൻ അത് കേട്ട് ബോധം കെട്ട് താഴെ വീഴും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ ആരിസിനാണെങ്കിൽ ഭയങ്കര സങ്കടം. കാരണം ലാസ്റ്റ് ഡേ കഴിഞ്ഞിട്ടും ഹീറോ ഇതുവരെ അവളുടെ സ്റ്റുഡന്റ് കൗൺസിൽ ടീമിലേക്ക് വന്നില്ല. അവൾ സാഡ് ആയിട്ടിരിക്കുന്നത് കണ്ട് അവളുടെ അസിസ്റ്റൻസ് അവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. ഒരു പക്ഷേ ആസ് വരാത്തത് കൊണ്ടാണോ മാഡത്തിന്
മാഡത്തിന് ഇത്രയും വിഷമം? ഇപ്പൊ സമയം കഴിഞ്ഞ് അസിസ്റ്റൻസ് എല്ലാവരും അവിടുന്ന് പോവാണ്. കറക്റ്റ് സമയം നമ്മുടെ ഹീറോ അവിടേക്ക് വരും. ഹായ്, ഐ എം സോറി, ഞാനൊരു അല്പം ലേറ്റ് ആയി പോയി. അതിനവള് പറയും, ഒരുപാട് നേരമായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ടീമിൽ ചേരാനുള്ള സമയമൊക്കെ കഴിഞ്ഞാണോ നീ വരണേ? ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും നീ വന്നല്ലോ, ഞാൻ നിനക്ക് കുടിക്കാൻ കോഫി എടുക്കാന്ന് പറഞ്ഞ് അവളിപ്പോ കോഫി എടുക്കാനായിട്ട് പോവാണ്. ഹീറോ ആണെങ്കിൽ ആ റൂം മുഴുവനായിട്ട് നോക്കും. വാവ്, സൂപ്പർ, ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് ഇവിടെയുള്ള ഒരു റൂമും ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ നീ ചെയ്തതാണോ? അതിനവള് പറയും, അതെ. ഹീറോ ആണെങ്കിൽ ഞാൻ ചേർന്ന ബാലൽ ടീമിലും ഇതുപോലെ തന്നെയാണ്. അവന്റെ കയ്യിലും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അവൻ അതിൽ മാജിക് ഒക്കെ അപ്ലൈ ചെയ്ത് വലിയ വിസ്മയം തീർക്കും. അവളാണെങ്കിൽ അത് കേട്ട് ഷോക്ക് ആവുകയാണ്. യു ആർ അൺബിലീവബിൾ. നീ എന്നോട് പറയാതെ വേറെ ടീമിൽ ചേർന്നോ? സ്റ്റുഡന്റ് കൗൺസിൽ ടീമിൽ ചേരാന്നല്ലേ നീ എന്നോട് പറഞ്ഞേ? എന്നിട്ട് നീ വാക്കുമാറി വേറെ ടീമിൽ ചേർന്നല്ലേ? അതിനവൻ പറയും, അയ്യോ ഇല്ല ഇല്ല, ഞാൻ നിന്നോട് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ഹീറോ ആണെങ്കിൽ ഒരു വിധത്തില് അവളെ സമാധാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ ഹീറോ ആണെങ്കിൽ ഇപ്പൊ തിരികെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. അവനെ കണ്ട അസിസ്റ്റന്റ് പറയും, നാളെ നിങ്ങളുടെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് നടക്കാൻ പോവാണ്. നിങ്ങളുടെ കഴിവും എബിലിറ്റിയും എല്ലാം തന്നെ പാരന്റ്സിന് മുൻപിൽ കാണിക്കണം. എന്റെ ഗ്രാൻഡ് പേ ഇപ്പോഴേ അതിൽ വലിയ പ്രിപ്പറേഷനിലും സന്തോഷത്തിലും ഒക്കെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം കാത്തിരിക്കുന്ന മൊമെന്റ് ആണ് ഇതെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ക്യാമറയും ബോക്സുകളൊക്കെ ഇപ്പൊ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അവിടെ മുഴുവൻ നോക്കും, ഗ്രാൻഡ് പേ കാണാനില്ല. ഓക്കെ, ഗ്രാൻഡ് പേ എവിടെ പോയെന്ന് ഇപ്പൊ ഹീറോ ചോദിക്കും. അതിനവള് പറയും, നിന്റെ ഗ്രാൻഡ് പേ അത്യാവശ്യമായിട്ട് 13 ഡിന്നറിന് പോയിരിക്കുകയാണ്. അതായത് നെതർലാൻഡിന്റെ ഭരണകർത്താക്കളായിട്ടുള്ള മെയിൻ ഡീമൻസ് അവരുമായിട്ടുള്ള ഒരു പ്രത്യേക മീറ്റിംഗ്, അതിനെയാണ് 13 ഡിന്നർ എന്നറിയപ്പെടുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ആ ഒരു മീറ്റിംഗ് കാണിക്കുകയാണ്. മീറ്റിംഗില് ഡീമൻസ് എല്ലാവരും അവരവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതൊന്നൊന്നായിട്ട് പറയാൻ തുടങ്ങും. അവരുടെ മെയിൻ പ്രശ്നം മറ്റൊന്നുമല്ല, അവർക്ക് നിർദ്ദേശം കൊടുക്കാനും ഓർഡർ കൊടുക്കാനും ഒരു ഡീമൺ കിങ് ഇല്ല. ആ വേൾഡിന് ഇപ്പൊ ഒരു നാഥനില്ല എന്നതാണ് അവരനുഭവിക്കുന്ന മെയിൻ പ്രശ്നം. ഒരാൾ പറയും, നമുക്ക് ഡീമൺ കിങ് ആവാനായിട്ട് ഒരുപാട് പേരുണ്ട്. ആണെങ്കിൽ ഒരുപാട് പേരുടെ പേരുകൾ പറഞ്ഞിട്ട് ഇതിലാരെങ്കിലും നമ്മൾ തെരഞ്ഞെടുക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആപ്റ്റ് ആവുന്ന ഒരാളെ തെരഞ്ഞെടുത്തേ പറ്റൂ. അവിടെയുള്ള ഓരോരുത്തരും ഇപ്പോ ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഒരു ലേഡി പറയാ, നിങ്ങൾ എല്ലാവരും ആ പ്രോഫസിലുള്ള കാര്യം മറന്നുപോയോ? ഒരു ഫോറിനർ ആയിരിക്കും നമ്മുടെ അടുത്ത ഡീമൺ കിങ് ആവുക എന്നാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സോളമൻ റിങ് കയ്യിലുള്ള എല്ലാവരെയും ഹീൽ ചെയ്യാൻ കഴിവുള്ള വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ലോയർ ആയിട്ടുള്ള ഒരാള്. പക്ഷെ ചിലരാണെങ്കിൽ അതിനെ അംഗീകരിക്കില്ല. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എത്രയും വേഗം ഒരു ഡീമൺ കിങ്ങിനെ കണ്ടെത്തണം. ഉടനെ അതിൽ റെഡ് ഹെയർ ഉള്ള ഒരുത്തിന് നമ്മുടെ ഹീറോയുടെ ഫോട്ടോ അത് കിട്ടുകയാണ്. ആ ഫോട്ടോ കിട്ടേണ്ട താമസം അവൻ അവരോട് എക്സ്ക്യൂസ് പറഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പൊ അതിൽ മെയിൻ ടീം മെമ്പേഴ്സ് അവരാണെങ്കിൽ അവരുടെ പേരമക്കളുടെ ഫോട്ടോ അത് പരസ്പരം കാണിച്ച് ഇവരാണ് ആപ്റ്റോ എന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ്. അതിനുശേഷം അവരെല്ലാവരും ചേർന്ന് നമ്മുടെ സാലമൺ ഗ്രാൻഡ്പ അദ്ദേഹത്തിന് ഒരു തീരുമാനം പറയാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. അതിന് ഗ്രാൻഡ്പ പറയും, നിങ്ങളെപ്പോലെ ഇപ്പൊ എനിക്കും ഒരു ഗ്രാൻഡ് സൺ ഉണ്ട്. ഇവൻ ഡീമൺ കിങ് ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ഗ്രാൻഡ്പ തുള്ളിച്ചാടും. ഉടനെ ലേഡി പറയും, ഓക്കെ കുഴപ്പമില്ല, നിങ്ങളുടെ ഇളയ പെൺകുട്ടി ഞാനാണ്. സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ പേരമക്കളിൽ ആരാണ് ഡീമൺ കിങ് ആവേണ്ടതെന്ന് തീരുമാനിക്കാം. അതിന് ഗ്രാൻഡ്പ പറയും, നീ യങ് ലേഡിയൊന്നുമല്ല, ഞങ്ങളുടെ അത്രയും പ്രായം നിനക്കുണ്ട്. നീ ഒരു മുതുക്കിയാണ്, മേക്കപ്പ് ഒക്കെ ഇട്ട് ഞങ്ങളെ കഴിഞ്ഞും ചെറുതാണെന്ന് ഭാവിക്കുകയാണോ? തൽക്കാലം ഡീമൺ കിങ്ങിന്റെ ചെയർ അത് ഫ്രീ ആയിട്ടിരിക്കട്ടെ. നമുക്ക് ഈ ഡിസ്കഷൻ അത് പിന്നീടാവാം. എനിക്കിപ്പോ എത്രയും വേഗം എന്റെ പേരക്കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് ഗ്രാൻഡ് പേ ആണെങ്കിൽ വീട്ടിലേക്ക് ഓടി വരികയാണ്. അടുത്ത നിമിഷം ആ റെഡ് ഹെയർ ഉള്ളവൻ അവനാണെങ്കിൽ ഇപ്പൊ ഗ്രാൻഡ് പേയുടെ മുൻപിലേക്ക് വരികയാണ്. എനിക്കിത് പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ അടുത്തിടെ എർത്തിലേക്ക് പോയിരുന്നു അല്ലേ? സോ ഈ ഒരു കാരണത്താൽ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. ഗ്രാൻഡ് പേ അവര് പിടിച്ചു വലിച്ച് ഇപ്പൊ ജയിലിൽ അടയ്ക്കുകയാണ്. ഗ്രാൻഡ് പേ ആണെങ്കിൽ നിലവിളിച്ച് കരയും. അതേസമയം ഇവിടെ ഹീറോ അവൻ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ഹായ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.